അങ്ങനെ ഫൈനലി തളപതി വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. കാരണം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ലാസ്റ്റ് മൂവി വന്നിട്ട് അതുപോലും റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ഗവൺമെന്റ് മുഴുവൻ പുള്ളിക്കെതിര്, എന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് നിന്ന് പുള്ളി ഒരു ഗവൺമെന്റായി മാറുന്ന ഒരു കാഴ്ച. ലൈഫിൽ ഇതൊക്കെ നടക്കുമോ? സിനിമയിൽ നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഡ്രീമിൽ കാണാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ മാസ് കാണിക്കുക, എന്താ പറയാ, പ്യുവർ മാസ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വെറും 2 വർഷം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുക, അതിലൊരു ഡ്രൈവറിന്റെ മകനെ നിർത്തി ജയിപ്പിച്ചെടുക്കുക, അതുപോലെ സ്റ്റാലിനെതിരെ ഒരു പേഴ്സണെ നിർത്തി അതും ജയിപ്പിച്ചെടുക്കുക, 108 സീറ്റുമായിട്ട് ഒരു പാർട്ടി, ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു TVK എന്ന് പറഞ്ഞ പാർട്ടി ജയിച്ചു വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വിജയ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? നമുക്ക് ഒരു പഴയ വീഡിയോ കാണാം. நான் ஒரு நடிகன் ஆகணும்னு ஆசைப்பட்டேன். இவ்வளோ பெரிய ஒரு ஸ்டேஜில் மக்கள் என்னை கொண்டாந்து உட்கார வைப்பாங்கன்னு அப்போ நான் எதிர்பார்க்கல. அது காலம் என்னை கொண்டாந்து இந்த இடத்துல உட்கார வச்சிருக்கு. அந்த மாதிரி அதே காலம் என்னை கொண்டு போய் ஒரு இடத்துல உட்கார வைக்கும். அதுக்கு அந்த நேரம், சூழல், இடம் எல்லாமே அமையணும். நான் டெஃபினட்டாக தமிழ்நாட்டு மக்களுக்கு நான் ஏதாவது செய்யணும், அதில் நான் உறுதியாக இருக்கேன். அதுக்கான நேரம் இது கிடையாது. ஸோ என்னை கொண்டாந்து இந்த மாதிரி ஒரு நல்ல ஒரு இடத்துல உட்கார வச்ச அந்த நேரம் காலம் கொண்டாந்து உட்கார வைக்கும். ஸோ அந்த சமயத்தில் நான் வருவேன். എൻ്റെ മോനെ ഇജാതി മാസ്, എന്താ പറയാ, 15 വർഷങ്ങൾക്ക് മുന്നേ വിജയ് കൊടുത്തൊരു ഇന്റർവ്യൂ ആണിത്. എന്താ അല്ലേ, എന്തൊരു ദീർഘവീക്ഷണമാണ് പുള്ളിക്ക്. പുള്ളി സിനിമയിലൂടെ പുള്ളിയുടെ പാർട്ടി എന്താണെന്നും പുള്ളിയുടെ നയം എന്താണെന്നും അല്ലെങ്കിൽ പുള്ളിയുടെ ആശയം എന്താണെന്നും ഓരോ സിനിമകളിലൂടെ പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് ഇത്രയും എതിരാളികൾ, എന്താ പറയുക, പുള്ളിയുടെ ലാസ്റ്റ് പടമായ ജനനായകൻ പോലും റിലീസ് ചെയ്യാൻ ഇവന്മാർ സമ്മതിച്ചില്ല. അവസാനം പുള്ളി തന്നെ ഒരു ഗവൺമെന്റായി മാറുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ജനനായകൻ മൂവിയുടെ റിലീസിനാണ്. എന്തുകൊണ്ടാണ്? ദ ടൈറ്റിൽ, ഓർഡർ ആ ടൈറ്റിൽ കാർഡ്, ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ C. ജോസഫ് വിജയ്. എന്താ അല്ലേ?